I'm Dr. Rubaya from Livwire ആയുർവേദ ചികിത്സാലയം വടക്കഞ്ചേരി പാലക്കാട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ലൂക്കോറിയ, അതായത് വൈറ്റ് ഡിസ്ചാർജ്. വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ യോനിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ക്രീമി സ്റ്റേജിലോ ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള അമിതമായിട്ടുള്ള അസ്ഥിസ്രാവത്തിനെയാണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. ഇത് മിക്ക സ്ത്രീകളിലും ഹോർമോണൽ ഇംബാലൻസ് കാരണമോ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു വെജനൽ ഹെൽത്ത് കെയർ ഇല്ലാതെയോ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഹൈജീൻ ഇല്ലാതെയോ അണുബാധ മൂലവും ഇത് കണ്ടുവരുന്നുണ്ട്. അണുബാധ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ കാൻഡിഡിന്റെയോ അതല്ലെങ്കിൽ ഒരു വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും ഈ അമിതമായിട്ടുള്ള സ്രവങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാവലുണ്ട്. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇത് വേഗം ഗുണപ്പെടുത്തി വരികയാണെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്ത് കുറച്ചും ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതായത് വെള്ളപ്പൊക്കം ഒരു അസുഖമല്ല, പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റു ചില അസുഖങ്ങൾക്ക് അതൊരു കാരണമാവും. അതായത് സർവിക്കൽ എറോഷൻ പോലെ, സർവിക്കൽ പോളിപ്പ് അല്ലെങ്കിൽ സർവിസൈറ്റിസ് അല്ലെങ്കിൽ നെബോത്തിയൻ സിസ്റ്റ് പോലുള്ള ചില കണ്ടീഷൻസിന് അതും നമ്മൾ നേരെ അതിനൊരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അത് ചില ഒരു സ്റ്റേജിൽ അത് സർവിക്കൽ ക്യാൻസറസ് ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സും ഗൈനക്കോളജിസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പ് പോകുമ്പോൾ തന്നെ നമ്മളത് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു 35 ഏജ് ആയി എന്ന് പറഞ്ഞാൽ പാപ്സ്മിയർ ചെയ്യാനോ അല്ലെങ്കിൽ USG സ്കാൻ ചെയ്യാനോ അവർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേഗം അവരെ ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്ക് നമുക്ക് ഒരു നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ശ്രദ്ധ കൊടുക്കാതെ വിടരുത്. ചില നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ ബാക്ക് പെയിൻ ആണ് ഡോക്ടറെ എന്ന് പറഞ്ഞ് വരലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ച് മെലിഞ്ഞു പോകണു, അല്ലെങ്കിൽ ഒന്നാതെ ഹെയർ ഫാൾസ് ആവുന്നു, ഭയങ്കര ക്ഷീണം തട്ടണു എന്നെല്ലാം പറഞ്ഞ് വരലുണ്ട്. അവര് ഒരു പ്രോപ്പർ എക്സാമിനേഷൻസ് ചെയ്യുമ്പോൾ ഇപ്പോ ബാക്ക് പെയിൻ ആണെങ്കിൽ നമ്മൾ സ്പൈനൽ എക്സാമിനേഷൻസോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതെല്ലാം നോർമൽ ആയിരിക്കും. പക്ഷെ ഒരു പെൽവിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ വജൈനൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും വൈറ്റ് ഡിസ്ചാർജോ അല്ലെങ്കിൽ ഇതുപോലെ സർവിക്കൽ എറോഷനോ അങ്ങനെയെല്ലാം കണ്ടുവരിക. അപ്പോഴാണ് അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴായിരിക്കും അവർ പറയാ, ഡോക്ടറെ ഇത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, കാര്യമാക്കിയില്ല, കാരണം ഞാൻ വീട്ടില് വേറെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതവര് പറയലുണ്ട് അവർക്കും ഉണ്ടെന്ന്, അത് കാരണം ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുമ്പോൾ ആണ് അവർക്ക് മനസ്സിലാവുന്നത്, ഓ ഇത് ഇത്രയും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ എന്ന് അവർക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൈറ്റ് ഡിസ്ചാർജിന് പ്രോപ്പർ ആയിട്ട് ഒരു മാനേജ്മെന്റ് സ്വീകരിക്കുക തന്നെ വേണം. താങ്ക് യു സോ മച്ച്.